പണമുണ്ട് എങ്കിൽ പരിസരമ ജനനിബിഡമാ കൂത്ത് തീർന്നാൽ കൂത്തുകാരം മാത്രമാ. തഴവസ്ഥാന്റെ ബൈത്ത് എത്ര സത്യ. പണം ഉണ്ടെങ്കിൽ ആളില്ലേ മുന്നിലും പുറകിലും. പറ ഉണ്ടാക്ക പണം ഉണ്ടെങ്കിൽ പടച്ചോനെ ആളിങ്ങനെ നിൽക്കും. വണ്ടിയും ബഹളവും ആയിട്ട് എപ്പം നോക്കിയാലും ഓളം. കാരണം എൻ്റെ കാന ഇഷ്ടം പോലെ ഉണ്ട്, പൈസ ഉണ്ട്, സുഖമുണ്ട്. പണം തീർന്നാലോ ആർക്കും വേണ്ട. പണമുണ്ട് എങ്കിൽ പരിസരം ATM പൈസ ഉണ്ടെങ്കിൽ പോലീസുകാരൻ കാവല് നിൽക്കൂലേ? കാവല് എടുക്കാൻ ആളും. പൈസ ഇല്ലെങ്കിലോ ആരുമില്ല, പട്ടി കയറി കിടക്കും അവിടെ. ഇതെന്നെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ കാറൂനിന്റെ കൂടെ ആളുണ്ടായിരുന്നു, അംഗരക്ഷകർ. അങ്ങനെ വലിയ പ്രകടനം നടത്തി. ഖുർആൻ പറയുകയാ, فخرج على قومه من زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാണ്, ജനമധ്യത്തിലൂടെ കാറൂൻ ഇങ്ങനെ പ്രകടനം നടത്തുകയാണ്, പണത്തിന്റെ കൊഴുപ്പ് കാണിക്കുകയാണ്. അവനിങ്ങനെ ആഡംബരത്തോടുകൂടി സർവരെയും അത്ഭുതപ്പെടുത്തിയിട്ട് കോടികൾ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ട് പ്രകടനം നടത്തുമ്പോ പടച്ചവനെ ഈമാൻ കുറഞ്ഞവരുണ്ടല്ലോ, വിശ്വാസം ഉറയ്ക്കാത്തവരുണ്ടല്ലോ, അവര് പറയുന്നു കാറൂനിന് ലഭിച്ച അനുഗ്രഹമാ, കാറൂൻ എത്ര വലിയ ഭാഗ്യവാനാ, ഞങ്ങൾക്കും ഇതുപോലെ ലഭിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾക്കും ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ. ഈമാനില്ലാത്തവൻ, വിശ്വാസമില്ലാത്തവൻ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തയില്ലാത്തവൻ അവൻ കാറൂൻ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ അവൻ പറഞ്ഞു, കാറൂനിന് അല്ലാഹു കൊടുത്ത അനുഗ്രഹമാ, എത്ര വലിയ ഭാഗ്യവാനാ. പടച്ചവനെ, ഞങ്ങൾക്കും ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. ജനങ്ങൾ അവിടെ നിന്ന് ആശിക്കുകയാണ്, തീർച്ചയായും അവന് ഭാഗ്യമുള്ളവനാണ് എന്ന് ജനങ്ങൾ പറയുമ്പോ കാറൂനിന്റെ പ്രകടനം കണ്ടിട്ട് ജനങ്ങൾ അവിടെ നിന്ന് പലരും വിലയിരുത്തുമ്പോൾ ചില ആൾക്കാർ ഈമാന് കുറഞ്ഞു പോയവർ അവരിങ്ങനെ പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, വഖാലല്ലദീന ഊതുൽ ഇൽമ വയൽഖുസവാബുല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് വിലയിരുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. പടച്ചവനെ, ഈമാനുള്ളവർ ക്ഷമയുള്ളവരാണ്. അവരൊരിക്കലും സമ്പത്ത് കാണുമ്പോ, അധികാരം കിട്ടുമ്പോ, ആള് കൂടുമ്പോ അല്ലാഹുവിനെ മറന്നു പോകുന്നവരല്ല, അവർ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവരല്ല, അവർ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ പലരും പറയാൻ തുടങ്ങി, കാറൂനിനെ പോലെ സമ്പത്ത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ. പിന്നെയും ആള് കൂടുകയാണ്. പടച്ചവനെ, അങ്ങനെ വിശ്വാസികൾ പോലും പറയാൻ തുടങ്ങുമ്പോ അല്ലാഹു അവനെ നിസ്സാരമാക്കി കാണിക്കുകയാ. അല്ലാഹു ചെയ്തതെന്തെന്നറിയുമോ? പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന മുസ്ലിമേ, അധികാരത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന മുസ്ലിമേ, ആൾബലത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സമ്പന്നതയിൽ അഹങ്കാരം നടിച്ച കാറൂനിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നെന്നറിയുമോ? ഏറ്റവും കൂടുതൽ വിലയുള്ള വാഹനമെടുത്ത്, ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രം ഭൂമിയിലൂടെ വലിച്ചിടച്ച്, അല്ലാഹുവേ, തലയിൽ കിരീടം വെച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് നാട്ടുകാരെ കാണാൻ റോഡിലൂടെ ഷോ നടത്തിയ കാറൂനിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫഖസഫിനാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫഅതി യൻസുറൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചവനെ അവനിങ്ങനെ പ്രകടനം നടത്തിയല്ലോ. ജനങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞ്, ഇതുപോലെ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. അവന് ഭാഗ്യവാനാ, അവൻ ഭാഗ്യവാനാ. ജനങ്ങൾ മുഴുവനോ പറയുകയാണ്. എങ്കിൽ അവരുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അവരുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് അവന്റെ സമ്പാദ്യവും അവന്റെ കൊട്ടാരങ്ങളും സർവ്വതും ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
ജനങ്ങൾ നോക്കി നിൽക്ക്, ലൈവായിട്ട് കാണുകയാണ്, ലൈവായിട്ട് ജനങ്ങൾ അവരുടെ കണ്ണുകൊണ്ട് കാണുകയാ. അവന്റെ വീടില്ല, അവന്റെ കൊട്ടാരമില്ല, അവന്റെ പണമില്ല, അവന്റെ കൂടെയുള്ളവരില്ല, ഒന്നുമില്ലാതെ ഭൂമിയുടെ അടിയിലേക്ക് അല്ലാഹു വിഴുങ്ങിക്കളഞ്ഞു, അല്ലാഹു ആഴ്ത്തിക്കളഞ്ഞു. ജനങ്ങൾ കാണുകയാ, ജനങ്ങൾ കാണുകയാണ്. ആ സമയത്ത് അവര് പേടിച്ചു പോയി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഅസ്ബഗല്ലദീന തമന്നവൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. ഈ കാഴ്ചയങ്ങ് കണ്ടു കഴിയുമ്പോ ഇന്നലെ വരെ അവന്റെ സ്ഥാനം കൊതിച്ചവർ, അവനെ പോലെയാകണമെന്ന് കൊതിച്ചവർ, അവനെ പോലെ പണം വേണമെന്ന് കൊതിച്ചവർ, അവന് ഭാഗ്യവാനാണെന്ന് പറഞ്ഞവരുണ്ടല്ലോ. അല്ലാഹുവേ, എന്തൊരു കഷ്ടമാ അല്ലാ. ഇന്നലെ കാറൂനിനെ വാഴ്ത്തിയവരാ, ഇന്നലെ കാറൂനിനെ പുകഴ്ത്തിയവരാ, അവനെ പോലെയാകണമെന്ന് കൊതിച്ചവരാ. പക്ഷേ കണ്ണിന്റെ മുന്നിൽ അല്ലാഹു കാണിച്ചു കൊടുത്തപ്പോ അവര് പോലും പറഞ്ഞു, എന്തൊരു കഷ്ടമാ, എന്തൊരു നാശമാ. അഹങ്കരിച്ചതിന് അല്ലാഹു കൊടുത്തതാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ അവര് പടച്ച റബ്ബിലേക്ക് മടങ്ങുകയാ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിനെ നിഷേധിച്ച് നടക്കുന്നവർ, മതിമറന്ന് നടക്കുന്നവർ, ധിക്കാരികളെ പോലെ കഴിയുന്നവർ, സമ്പത്ത് കൂടുമ്പോ അഹങ്കരിക്കുന്നവർ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവർ, തോന്നിവാസം കാണിച്ച് ജീവിക്കുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു പാഠമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ പലതും മറക്കുമല്ലോ. പല ആഘോഷങ്ങളും കടന്നു വരുമ്പോ പടച്ചവനെ എന്ത് നിയമമാ. പള്ളിയിലെ ഖതീബ് പറയുന്നത് അവിടെ കിടന്ന് പറയുമല്ലോ, അവരൊക്കെ പഴഞ്ചന്മാരാണല്ലോ, നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കാമല്ലോ, നമുക്കിവിടെ ആഘോഷിക്കാമല്ലോ, അടിച്ചു പൊളിക്കാമല്ലോ, അതിലൊന്നും ഒന്നുമില്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിക്കുന്നതിന് മുമ്പ്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആനെടുത്തിട്ട് കാറൂനിന്റെ ചരിത്രമൊന്ന് വായിച്ചു നോക്ക്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പണവും അധികാരവും സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും കൂടുമ്പോ അല്ലാഹുവും എന്ത് ഖുർആൻ, എന്ത് അല്ലാഹ്, എന്ത് നബി, എന്ത് നിയമം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ കാറൂനിൻ്റെ ചരിത്രം വിവരിച്ചു തരുന്നു. അത് അവസാനിക്കുമ്പോൾ അല്ലാഹു ഒരു പാഠമെന്ന നിലയ്ക്കാണ്, എല്ലാവർക്കും ഒരു പാഠമെന്ന നിലയ്ക്ക് നമ്മെ ഇപ്രകാരം അറിയിക്കുന്നുണ്ട്. അല്ലാഹു കാറൂനിൻ്റെ ചരിത്രം അവസാനിപ്പിക്കുമ്പോൾ തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ആ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു അവസാനിപ്പിക്കുന്ന ഭൂമിയിൽ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നവരെ കുറിച്ച് പറയും. ഒന്നും അലവില്ല, ഒന്നുമല്ല ജീവിതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷ്മത പുലർത്തുന്നവർക്ക് മാത്രമേ അന്തിമമായിട്ടൊരു വിജയം ഉണ്ടാവുകയുള്ളൂ, ഇല്ലെങ്കിൽ അവന് പരാജയപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഹങ്കരിക്കുകയും അള്ളാഹുവിനോട് നന്ദികേടുകൾ കാണിക്കുകയും ചെയ്യുന്നവർക്ക് എന്നും ഒരു പാഠമായിട്ടാ ഈ കാറൂനിന്റെ ചരിത്രം ഖുർആൻ പറഞ്ഞു തരുന്നത്. ഈ കാറൂനിന്റെ ചരിത്രം അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത്, അവന്റെ അവസാനം എങ്ങനെയാണെന്ന് വിവരിച്ചു തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ആ ഒരു വലിയ അഹങ്കാരത്തോടു കൂടി ജീവിക്കുന്നവർക്ക് എന്നും പഠിക്കുവാൻ ഇതൊരു മുന്നറിയിപ്പും താക്കീതുമായിട്ടാണ് ഖുർആൻ നമുക്ക് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. അല്ലാതെ വെറുതെ പറഞ്ഞല്ല, ചരിത്രം പറയുന്ന പുസ്തകമല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അത് അള്ളാഹു നമുക്കൊരു മുന്നറിയിപ്പ് തന്നതാ. അള്ളാഹു അവിടെ നിന്നൊരു മുന്നറിയിപ്പ് തന്നതാണ്, ഒരു പാഠം. ഇതൊക്കെ നീ കണ്ടുപടി, നിന്റെ മുൻഗാമികൾക്ക് സംഭവിച്ചതാണല്ലോ. നിന്നെക്കാളും വലിയ വലിയ കൊലകൊമ്പന്മാര് ജീവിച്ചിരുന്നല്ലോ, അവർക്കൊക്കെ സംഭവിച്ച മുന്നറിയിപ്പുകളും താക്കീതുകളുമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നത്, അല്ലാഹുവേ വ ഖാറൂന വ ഫിർഔന വ ഹമാൻ
വലഖദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാത് ഫസ്തക്ബറൂ ഫിൽ അർളി വമാ കാനൂ സാബിഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കാറൂനിനെയും ഫിർഔനിനെയും ഹാമാനിനെയും ഞാൻ നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് നീ കണ്ടിട്ടില്ലേ? ഖുർആൻ ചോദിക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന വ്യക്തമായ തെളിവുകൾ കൊണ്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നു. കാറൂൻ, ഫിർഔൻ, ഹാമാൻ സാധാരണ ആൾക്കാരാണോ? ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ മുക്കിക്കൊന്ന ദിവസമല്ലേ? ഒരുപാട് ചരിത്രങ്ങൾ, ഏറ്റവും മഹത്വമേറിയ അള്ളാന്റെ ഒരുപാട് സഹായം ലഭിച്ച ദിവസമായിരുന്നു. നാം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അള്ളാഹു ചോദിക്കുന്നു, എടാ അള്ളാഹ് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റും നമുക്ക് അള്ളാഹിനോട്? അള്ളാഹു കാറൂനിന്റെ ചരിത്രവും ഫിർഔൻ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ ഈജിപ്തിന്റെ മ്യൂസിയത്തിന്റെ അകത്ത് ചില്ലുകൂട്ടിനകത്ത് കടത്തിയിരിക്കുന്ന ഫിർഔനിനെ എന്തിനാ അള്ളാഹ് വെച്ചിരിക്കണേ? നാം അടിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇന്നും ചത്തുപോയിട്ടും 300 കൊല്ലം കടലിൽ കടന്നിട്ടും നശിക്കാതെ, ആ ഉപ്പുവെള്ളത്തിൽ കടന്നിട്ട് അവന്റെ ശരീരം പോകാതെ, നശിച്ചു പോകാതെ ഇന്നും മ്യൂസിയത്തിൽ ഈജിപ്തിൽ പോയാൽ കാണാൻ ഇങ്ങനെ കിടപ്പുണ്ട്. വല്ലാത്ത നീളവാവന്. അല്ലാഹു അഅലം, പടച്ചോ നമ്മളെ കാക്കുമാറാകട്ടെ. വല്ലാത്ത നീളം, ഇങ്ങനെ നീണ്ടത് ഇവർ ഞാൻ വിചാരിച്ചു എനിക്ക് വലിയ നീളമൊന്നും. പണ്ടുള്ള ആൾക്കാരുടെ, നമ്മളൊക്കെ ചില മക്കാമുകളിൽ മുത്തുപ്പെട്ട ദാവൂദ് അൽ ഹക്കീം വലിയുല്ലാഹി മുത്തുപ്പെട്ട ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഖബറൊക്കെ വലിയ നീളമാണ്. ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ നീളമുണ്ട്, വല്ലാത്ത നീളം. ഇപ്പം നമ്മളൊക്കെ ചോദിക്കും, ഇത്രയും നീളമുള്ള ആൾക്കാരെ കൊണ്ടോ? ഇത്രയും നീളം എന്തിനാ? ഇപ്പം പണ്ടുള്ളവരുടെ കഥ പറയുന്നത് യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ എന്നാ ഹൈറ്റുള്ള ആൾക്കാരെ കാണാം, ഏറ്റവും നീളമുള്ള മനുഷ്യന്മാര്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ളവരുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ വല്ലാത്ത നീളം ഓനിട്ടാ, ഓന് വല്ലാത്ത നീളം ഇങ്ങനെ കിടക്കുന്നുണ്ട്. പോയി കാണണം, ഓനെ കാണുമ്പോൾ ചിരി വരും കേട്ടാ. കാരണം ഞാനാ അള്ളാന്ന് പറഞ്ഞ് കിടന്നവനല്ലേ, കിടക്കണ കിടപ്പൊന്ന് കാണണം. ഇതൊക്കെ തന്നെ നമ്മുടെ അവസാനം. അള്ളാഹു കാക്കുമാറാകട്ടെ. അഹങ്കരിച്ച് നടക്കുന്നവരുടെയൊക്കെ പര്യവസാനം. ഇതൊക്കെ തെളിവുകളാ. ഞാൻ പോയി കണ്ടത് കൊണ്ടാ പറയണേ. നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഊട്ടിയും കൊടൈക്കനാലും മൈസൂറും ഒക്കെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് യാതൊരു കാര്യമില്ല. ഗോവയിൽ പോയിട്ടുണ്ട് ഉസ്താദ് അല്ലേ? ബാംഗ്ലൂരും ഗോവയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഈജിപ്തിൽ ഇതുവരെ കാണാം. അവിടേക്കാ പോകേണ്ടത്. അല്ല പറഞ്ഞില്ലേ പോകാൻ? അല്ല പറഞ്ഞില്ല പോകാൻ. ഊട്ടിയിലാ പോകാൻ പറഞ്ഞേ ഉസ്താദ്? അല്ല പറഞ്ഞിട്ടില്ലേ യാത്ര പോകാൻ? ഇങ്ങോട്ട് ഊട്ടിയിലെ തണുപ്പറിയാൻ. അള്ളാന്റെ ദൃഷ്ടാന്തമല്ലേ. മൂന്നാറ് പോയിട്ട് മൂന്നാറിന്റെ തണുപ്പറിയണ്ടേ? ഗോവയിൽ പോയിട്ട് കടൽ തിരമാലകൾ എണ്ണണ്ടേ? അതിനെന്തിനാ ഗോവയിൽ പോണ? ആലപ്പുഴ പോയ പോരെ? ഇവിടെ ഇതൊക്കെ നമ്മൾ പോകേണ്ടിടത്തൊന്നും പോകാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ എല്ലാം നമ്മുടെ പള്ളിയിൽ നിന്ന് അൽഹംദുലില്ലാ അങ്ങ് ഉള്ളാളം മുതൽ നമ്മൾ ഒരുപാട് മക്ബറകൾ സിയാറത്ത് ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഒരു ആഗ്രഹമുണ്ട് എനിക്ക് ഇൻഷാ അള്ളാഹ്. ഈ ലോക്ക്ഡൗണൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒന്ന് അജ്മീറിൽ പോകണമെന്ന്. അൽഹംദുലില്ലാ സുൽത്താനുൽ ഹിന്ദ് അവിടെ പോകണം ഇൻഷാ അള്ളാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. ഇൻഷാ അള്ളാഹ് ഞാൻ പോവാം. ആരെങ്കിലും വരണമെങ്കിൽ കൂടിക്കോ ഇൻഷാ അള്ളാഹ്. നിങ്ങൾ പോകണില്ലേ ഇപ്പം? ചിരിച്ചോണ്ടിരിക്കും. പച്ചക്കറി കച്ചവട ഉസ്താദെ, തടി കച്ചവട ഉസ്താദെ, ബേക്കറിയാ ഉസ്താദെ, പച്ചക്കറി കൊണ്ട് ഉസ്താദെ പോണ്ട ഉസ്താദ് പൊക്കോ, അവിടെ പോയിരുന്നു. ഇൻഷാ അള്ളാഹ് പോണ്ടിടത്തൊക്കെ പോ. ദുനിയാവ് നമ്മൾ പറയും, എന്തെങ്കിലുമൊക്കെ നന്മ കാര്യം പറയുമ്പോൾ ദുനിയാവ് പറയും. അതങ്ങനെ നല്ല കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ദുനിയാവ് നോക്കണേ. സജീവനെ ഓട്ടോ ഒക്കെ ഓടിക്കണം, പഠിച്ച ഉസ്താദ് കടയൊക്കെ നോക്കണം. അതൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും. എപ്പോഴും നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നും സമയമില്ല. ഉസ്താദ് ഇപ്പോഴാണ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കടയൊക്കെ തുറന്ന്, ഇപ്പം പോയില്ലെങ്കിൽ അവിടെ തന്നെ പോയിരുന്നു. ആരാ കട തന്നതും കൂടെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. 1 അജ്മീറിൽ പോകണം, 2 ഉംറയ്ക്ക് പോകണം. അള്ളാഹു സാധിച്ചു തരുമാറാകട്ടെ. വർഷത്തിലൊരിക്കൽ പോണേ ഞാൻ. വർഷത്തിലൊരിക്കൽ ഉംറ അള്ളാന്റെ കഅബാലയം കാണാൻ പോകുന്ന. ഇപ്പം 2 കൊല്ലം അവറായി പോയിട്ട്. ഇൻഷാ അള്ളാഹ് ഫസ്റ്റ് ഫ്ലൈറ്റ് എപ്പോഴാണ് കിട്ടണത് അപ്പം കയറിപ്പോയേക്കും. വാക്സിൻ എടുക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് കയറിപ്പോയേക്കും ഇൻഷാ അള്ളാഹ്. അൽഹംദുലില്ലാ. എന്തായാലും അജ്മീറി അടുത്ത മാസം പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു ആഗ്രഹം സാധിപ്പിച്ചു തരുമാറാകട്ടെ. ഇതൊന്ന് വാർത്തിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഈ പള്ളിയുടെ വാർപ്പൊന്ന് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അജ്മീറിൽ പോകണം ഇൻഷാ അള്ളാഹ്. അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലുമൊക്കെ വരണുണ്ടെങ്കിൽ കേട്ടാ ഇൻഷാ അള്ളാഹ്. ആരെങ്കിലും വരണുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞാൽ മതി ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമുക്ക് പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അഹങ്കരിച്ച് നടന്ന കുറെ ആൾക്കാരുണ്ട്. അള്ളാഹു അവർക്ക് കൊടുത്ത ശിക്ഷ എന്താണെന്ന് ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ.
അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകും. അതങ്ങനെ ചിലത് കണ്ടാലും കൊണ്ടാലൊന്നും പഠിക്കൂല. അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ പള്ളിയിൽ ഇപ്പൊ പിരിവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമ്മുടെ പള്ളിയിൽ ഇന്ന് വെള്ളിയാഴ്ച രാവായിരുന്നു ഹദ്ദാദ് ഓതി. എത്ര പേരുണ്ടായിരുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യം പറഞ്ഞാൽ പള്ളിയുടെ പിരിവുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് ഓരോ ദിവസം നീണ്ടു പോകാം. അപ്പോൾ ഒരു സഹോദരി, ആ പൊന്നുമോള് നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയ മകളാ. 6 സർജറി കഴിഞ്ഞു. എൻ്റെ വയത് കേൾക്കുന്ന ഓരോ സഹോദരങ്ങളും സഹോദരിമാരും കേൾക്കണം. ആ പൊന്നുമകൾക്ക് 9ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് സർജറി. 6 എണ്ണം കഴിഞ്ഞു, ഒന്നിന് പുറകെ ഒന്നൊന്നായി. എന്തൊരു വേദനയെന്നറിയോ? ആ പൊന്നുമകൾ ഇപ്പൊ വീണ്ടും ഒരു സർജറി, 7ാമത്തെ സർജറിക്ക് ഡോക്ടർ പറഞ്ഞിരിക്കാം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളുടെ വീട്ടിലൊന്ന് വന്ന് ദുആ ചെയ്യോ. ഞാൻ ആ സമയത്ത് പറഞ്ഞു ഇൻഷാ അല്ലാഹ് അതിലെ വല്ല വരുന്ന വഴിയിലാണെങ്കിൽ കയറാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോൾ എനിക്ക് മെസ്സേജ് ഇടുന്നു, ഉസ്താദേ എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത വേദനയാ ഉസ്താദേ, ഉസ്താദ് ഒന്ന് പെട്ടെന്ന് വരുവോ, ഉസ്താദ് വന്ന് ദുആ ചെയ്തിട്ട് എനിക്ക് ആശുപത്രിയിൽ പോകാനാ. ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് വല്ലാത്തത്. വാപ്പ വിളിക്കും, മകള് വിളിക്കുന്നു. ഇവിടെയൊക്കെ വലിയ തിരക്കായത് കാരണം അത് നമുക്ക് പോകാൻ കഴിയുന്നില്ല. അവസാനം രാത്രി ഞാൻ എങ്ങനെയും ആ പൊന്നുമകളുടെ ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. 19 വയസ്സേ ഉള്ളൂ, കാണാൻ സുന്ദരിയായ പൊന്നുമോൾ. രാത്രി ഞങ്ങളെയും കാത്ത് വാപ്പ റോഡ് സൈഡിൽ കാത്തു നിന്നു. ആ പൊന്നുമകളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത അത്ഭുതം. നിങ്ങൾ ചിന്തിക്കണം, 19 വയസ്സുള്ള മകള് 6 പ്രാവശ്യം ഇനിയും വയ്യ ഉസ്താദേ, ഇനിയും വയ്യ. 7ാമത്തെ സർജറിക്ക് വേണ്ടി തയ്യാറായി നിൽക്കുക ആ പൊന്നുമോൾ. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമോളെ നീ അറുത്തു മുറിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിറകണ്ണുകളോട് ആ കുടുംബം, സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനെടുത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് പലർക്കും കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. അത്രയും ആ പൊന്നുമോളുടെ അവസ്ഥ. ഉമ്മ കരയുന്നു, വാപ്പ കരയുന്നു. എത്രയോ ലക്ഷങ്ങൾ അല്ലാഹു ഇതിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. വലിയ സങ്കടം. പക്ഷെ ഇറങ്ങുമ്പോ ആ പൊന്നുമോൾ എൻ്റെ കയ്യിലേക്ക് കുറച്ച് ഹദ്ദാദിന്റെ കിതാബ് എടുത്തു തന്നു. ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ ഹദ്ദാദിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടു. എൻ്റെ രോഗം ശിഫയാകാൻ, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പള്ളിയിൽ വെച്ച് ഓതുന്ന ഹദ്ദാദ് ഓതുന്നതിന് വേണ്ടി കുറച്ചു കിതാബുകൾ എടുത്ത് എൻ്റെ കയ്യിലേക്ക് വെച്ചു തന്നു. അള്ളാഹു ആ ഹദ്ദാദ് റാത്തീബിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ആ പൊന്നുമോൾക്ക് ശിഫ നൽകുമാറാകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ആ വഅദ് കേട്ടിട്ട് ആ കുട്ടിക്ക് ഹദ്ദാദിന്റെ വില മനസ്സിലായി. നമുക്കോ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മുടെ ക്ലാസ്, ഇന്നു മുതൽ ഈ പള്ളിയിൽ എന്ന് വരെ ക്ലാസ് ഉണ്ടോ ആ ക്ലാസിന്റെ അവസാനം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഹദ്ദാദ്, ഇന്ന് മുഹറം 10 ഇന്ന് തുടങ്ങുകയാ. ഇന്ന് ക്ലാസ് അവസാനിക്കുമ്പോൾ ഹദ്ദാദ് ഓതിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സമയമുള്ളവർക്ക് ഇരിക്കാം, തിരക്കുള്ളവർക്ക് പോകാം, ഒരു നിർബന്ധവുമില്ല. ഇന്നു മുതൽ ഈ പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സിൽ അവസാനം ഇൻഷാ അല്ലാഹ് ഹദ്ദാദ് ഒന്നുകിൽ ആദ്യം അല്ലെങ്കിൽ അവസാനം ഇൻഷാ അല്ലാഹ് ഹദ്ദാദ് ഓതും. എല്ലാ ദിവസവും ഫാത്തിഹയൊക്കെ ഓതി മുസമ്മിൽ ഉസ്താദ് തുടങ്ങും ഇൻഷാ അല്ലാഹ്. നാളത്തെ ക്ലാസ് തുടങ്ങുന്നത് ഹദ്ദാദ് ഓതിയിട്ട് തുടങ്ങും ഇൻഷാ അല്ലാഹ്. ഇന്ന് ഓതിയിട്ടില്ല, ഇന്ന് അവസാനം ഹദ്ദാദ് ഓതി ദുആ ചെയ്തിട്ടേ നമ്മൾ പിരിയത്തുള്ളൂ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഓതി തുടങ്ങിക്കോ. ഹദ്ദാദ് റാത്തീബ് ഞങ്ങൾ പള്ളിയുടെ പിരിവുമായി പോയി. പള്ളിയുടെ പിരിവുമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും നമുക്ക് സംഭാവന തരുന്നു, രസീത് കുറ്റി കൊടുക്കുന്നു, ഇല്ലേ? സംഭാവന തന്നു, നമ്മുടെ പള്ളിക്ക് വേണ്ടി പൈസ തരുന്നു. അൽഹംദുലില്ലാ, റെസിപ്റ്റ് എഴുതി കൊടുത്തപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ കയ്യിൽ ആകെ തിരിച്ചു കൊടുക്കാൻ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും 100 കണക്കിന് പരാതികളാണ്, 100 കണക്കിന് വേദനിപ്പിക്കുന്ന, കണ്ണ് നിറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ദുആ ചെയ്യാൻ പറയുന്നത്. അവസാനം ഞങ്ങളുടെ കയ്യിലിരുന്ന ഓരോ ഹദ്ദാദിന്റെ കിതാബും ഓരോ വീട്ടിൽ കൊടുത്തിട്ട് പറഞ്ഞു, തരാൻ ഇത് മാത്രമേ ഉള്ളൂ, ഒരു ദിവസം പോലും മുടക്കരുത്, ഒരു ദിവസം പോലും മുടക്കരുത്. പള്ളിക്ക് പൈസ തന്ന ഓരോ വീട്ടിലും കൊടുത്തത് ഹദ്ദാദിന്റെ കിതാബ. കാരണം എന്തേ? അതിൻ്റെ മഹത്വവും പവിത്രതയും അത് ഓതുന്നതിലൂടെ കിട്ടുന്ന വലിയ നേട്ടം എന്താണെന്ന് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ ദിവസവും ഓതണമെന്ന് പറയണില്ല. ആഴ്ചയിൽ നമ്മുടെ ക്ലാസ് എന്നുണ്ടോ ആ ക്ലാസിൻ്റെ അന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഹദ്ദാദ് ഓതും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാർ, സമയമുള്ളവർ ഇൻഷാ അല്ലാഹ് ഇന്ന് മുഹറം 10 അള്ളാഹു ആദരിച്ച ദിവസം. ഇന്ന് നമ്മുടെ ക്ലാസ് തീരുന്നത് ഒരു 10 മിനിറ്റ് നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരുന്ന് ഹദ്ദാദ്, നിങ്ങളൊക്കെ അറിയുന്നവരാ, നിങ്ങളൊക്കെ ഹദ്ദാദ് ഓതാൻ അറിയുന്നവരാ.
അൽഹംദുലില്ലാ നിങ്ങളുടെ വീടിനകത്തിരുന്ന് നിങ്ങൾ ഓത്, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓതാം ഇൻഷാ അല്ലാഹ്. അത് ഓതിയിട്ട് വേണം നമുക്ക് ദുആ ചെയ്തു പിരിയാൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 10:15 കറക്റ്റ് 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ ഈ ഖാറൂനിന്റെ ചരിത്രം അള്ളാഹു ഇങ്ങനെ പറഞ്ഞു തരുമ്പോ വെറുതെ പറഞ്ഞതല്ല. ഈ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഖാറൂനിന്റെ ചരിത്രം അല്ലാഹു വെറുതെ പറഞ്ഞതല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ പോലും അവിടുന്ന് ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളും പറഞ്ഞു കൊടുക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വഖാറൂന വഫിർഔന വഹമാൻ വലഖദ് ജാഅഹും മൂസാ بالبينات فاستكبروا في الأرض وما كانوا سابقين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഫിർഔനിന്റെയും ഖാറൂനിന്റെയും ഹാമാനിന്റെയും ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമല്ലോ, ഇതിൽ നിന്ന് പാഠം പഠിക്കണമല്ലോ. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഖാറൂനിന്റെ സംഭവത്തിൽ പല പാഠങ്ങളും ഉൾക്കൊള്ളേണ്ടവരാ. ഖാറൂനിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടവരാണ്. ഒന്നാമത്തെ പാഠം എന്തെന്നറിയുമോ? അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് നൽകുന്നത് അയാളുടെ ഇഷ്ടം കാരണമല്ല എന്ന് നീ തിരിച്ചറിയുക. എടാ, ഖാറൂനിന്റെ ചരിത്രം പറയുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയുമോ? നിന്റെ തഴമ്പ് കണ്ടിട്ട്, നിന്റെ താടിയുടെ വലിപ്പം കണ്ടിട്ട്, അല്ലെങ്കിൽ പടച്ചവന് നിന്റെ കുടുംബ മഹിമ കണ്ടിട്ട് അല്ലാഹ് സ്നേഹത്തോടെ വാരിത്തന്നതല്ല. ഖാറൂനിന്റെ ചരിത്രം പറയുന്ന ഒന്നാമത്തെ പാഠം, സമ്പത്ത് നൽകുന്നത് ഒരാളോടുള്ള ഇഷ്ടം കാരണമല്ലെന്ന് തിരിച്ചറിയൂ. സമ്പത്ത് അവൻ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും നൽകുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്തെന്ന് പറയുന്നത്, പണമെന്ന് പറയുന്നത് അല്ലാഹു പടച്ചവനെ എല്ലാവർക്കും കൊടുക്കും. ശത്രുവിനും കൊടുക്കും, നല്ലവനും കൊടുക്കും, നന്മ ചെയ്യുന്നവനും കൊടുക്കും, വഴിപ്പെടാത്തവനും കൊടുക്കും. അംബാനിക്കും അല്ലാഹു പണം കൊടുക്കും, യൂസുഫ് അലിക്കും അല്ലാഹു പണം കൊടുക്കും. ഈ പായിപ്പാടില് ഏറ്റവും പാവപ്പെട്ടവനും അല്ലാഹു പണം കൊടുക്കാൻ കഴിവുണ്ട്. ചിലർക്ക് അല്ലാഹു പണം കൊടുക്കും, ചിലർക്ക് അല്ലാഹു കൊടുക്കൂല. അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, അത് അല്ലാഹുവിന്റെ ഇഷ്ടമാ. അതുകൊണ്ട് നീ മനസ്സിലാക്കുക, പണമെന്ന് പറയുന്നത് ഒരു പരീക്ഷണ വസ്തുവാ. അല്ലാഹു സമ്പത്ത് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കും. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് ഒരു മനുഷ്യനോട് ഇഷ്ടം തോന്നിയാൽ, സമ്പത്തെന്ന് പറയുന്നത് അല്ലാഹു ഒരാളോട് ഇഷ്ടം തോന്നുമ്പോ കൊടുക്കുന്നതല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. സമ്പത്ത് അല്ലാഹു ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാധനമാണോ? ആണോ? അല്ല. അല്ലാഹ് എല്ലാവർക്കും കൊടുക്കും. ഇഷ്ടമുള്ളവരും കൊടുക്കും, ഇല്ലാത്തവരും കൊടുക്കും. എങ്കിൽ അല്ലാഹ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താ? പറഞ്ഞങ്ങാതി. അല്ലാഹു ഇഷ്ടപ്പെട്ട കൊടുക്കുന്ന സാധനം എന്താ? എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കുന്നില്ല. അല്ലാഹുവിനൊരു മനുഷ്യനോട് ഇഷ്ടം തോന്നിയാൽ അല്ലാഹു കൊടുക്കുന്ന എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനൊരു മനുഷ്യനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അല്ലാഹു അവന് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ്ക്ക് ഇഷ്ടമുണ്ടായ അല്ലാഹ് സമ്പത്തല്ല കൊടുക്കുക. അല്ലാഹ് എന്ത് കൊടുക്കും? അവൻ ഈമാൻ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കും, ഈമാൻ അങ്ങോട്ട് ഉറപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് അങ്ങനല്ല. അല്ലാഹു അതൊരു പരീക്ഷണമായിട്ടാണ് കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു നൽകിയ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കരുത്. അല്ലാഹു ഒരാൾക്ക് പണം കൊടുത്താൽ നീ അഹങ്കരിക്കരുത്. അന്നബൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഖാല
ഇന്നല്ലാഹ തആല ഖസമ ബൈനകും അഖിലാകകും കമാ ഖസമ ബൈനകും അർസാകകും وإن الله تعالى يعطي المال من أحب ومن لا يحب ولا يعطي الإيمان إلا من يحب. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല